ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ പ്രീതാജിത്ത് വൈക്കത്ത് നിന്നും വരുന്നു. എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന, ഈ ആൾക്കാരിൽ കയറുന്ന സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുവാൻ 2022 ഡിസംബർ 27 തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കും മുമ്പേ ഞാൻ പരിശുദ്ധ അമ്മയെ കാണുകയും ഞാൻ വിഷമത്തോടു കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാങ്കിലടക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ഫീസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മ 2 ചിറകുള്ള പക്ഷി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ അയൽക്കൂട്ടത്തിലെ ചേച്ചി എനിക്ക് കാണിച്ചു തന്നിട്ട് പറയുകയുണ്ടായി, നീ വിഷമിക്കേണ്ട, നിനക്ക് പൈസ കിട്ടിക്കൊള്ളുമെന്ന്. എനിക്ക് തോന്നിയതാകും എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ ആ ചേച്ചി എന്നെ വിളിച്ച് പറയുവാണ്, പ്രീതേ നീ വിഷമിക്കേണ്ട, നിനക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഒരു 10,000 രൂപ തന്ന് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പരിശുദ്ധ അമ്മ മാത്രമാണ് എനിക്ക് തന്നതെന്ന്. കൂടാതെ മോൻ്റെ 10ാം ക്ലാസ്സിലെ ഇവനെൻ്റെ മോനാണ് വിനായക്. അവന് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഉന്നത വിജയത്തോടുകൂടി പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും അവനെ ജയിപ്പിച്ചു. 91% വിജയം അമ്മ മേടിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് അവനുണ്ടായിരുന്നു. അതോടുകൂടി അവൻ്റെ ജീവിതം തന്നെ വേറെ രീതിയിൽ അമ്മ മാറ്റിത്തന്നു. എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അതുകൂടാതെ ഞാൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് താൽക്കാലികമായിട്ട് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതും എൻ്റെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ ഉടമ്പടി തൈലയിട്ട് എൻ്റെ ഹസ്ബൻഡിന് വെരിക്കോസിൻ്റെ ഇതുണ്ട്, അത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. അതൊരുപാട് മാറ്റമുണ്ടായി. അതുപോലെ ഉടമ്പടി തൈലം ഉപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നും ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അതുപോലെ ഞാൻ ധ്യാനം ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ചൊവ്വാഴ്ച ധ്യാനം ആദ്യമായിട്ട് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് എന്നാണ് അമ്മേ ഞങ്ങൾക്കൊരു അനുഗ്രഹം തരണേ, ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുള്ളവരാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഗ്രേ കളറിലെ പക്ഷി വന്ന് എൻ്റെ മുൻപിൽ നിൽക്കുകയും ആ സ്വർണ്ണ കളറിലെ കാല്, അപ്പം ഭയങ്കര പ്രകാശം. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഈ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇഴജന്തുക്കളുടെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് പേടിച്ചിട്ട് വെളിയിൽ പുറകുവശത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ അന്ന് എനിക്കൊരു പേടിയും തോന്നിയില്ല. എന്താണെന്നറിയില്ല, ഞാനവിടുത്തെ ധ്യാനം കൂടിയത് കൊണ്ടായിരിക്കും എനിക്ക് പേടിയൊന്നും തോന്നില്ല, മനസ്സിനൊരു സന്തോഷം. ഞാൻ നോക്കിയപ്പം മതിലിൻ്റെ അങ്ങോട്ട് നോക്കിയപ്പം വെളിയിലേക്ക് ഇറങ്ങിയപ്പം ഒരു ഗ്രേ കളറിലെ പക്ഷി മതിലിൽ വന്നിരിക്കണം. അതിൽ സ്വർണ്ണക്കാല്, നമ്മൾ ഇതുവരെയും ഒരിക്കലും കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഐശ്വര്യം. ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് പ്രാർത്ഥിച്ചു, അമ്മ തന്നെ ആകും. ആ നോട്ടത്തിലൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷി പറന്നു വന്ന് എൻ്റെ കാലിൻ്റെ അടുക്കൽ വന്ന് നിന്നു. കുറേ നേരം എനിക്കങ്ങ് വിഷമായി. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അമ്മയാണെങ്കിൽ എൻ്റെ മോനെയും കൂടി ഒന്ന് കാണിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു അങ്ങ് പറന്നു പോയി. എന്നെ തന്നെ നോക്കിക്കൊണ്ട് പറന്നു പോയി. അതെൻ്റെ പരിശുദ്ധ അമ്മയാണ്. നിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്, നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അമ്മ കാണിച്ചതാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഓരോ പ്രാർത്ഥനയ്ക്കും ഞാൻ അകത്ത് വന്ന് ഇവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ ഞാൻ പക്ഷിയെ കണ്ടു, ആ സ്വർണ്ണ കളറിലാണ്, ഗ്രേ കളറാണ്, അതിൻ്റെ കാലിന് സ്വർണ്ണ കളറാണ് എന്ന് ഞാൻ വന്ന് ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ ഉടനെ പറഞ്ഞു, അമ്മ അങ്ങനെയുണ്ടെങ്കിൽ അമ്മ പ്രാർത്ഥിച്ചോ, ഞാൻ അച്ഛൻ്റെ ധ്യാനം എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അവൻ ധ്യാനം എടുത്ത് തുറന്ന് നോക്കിയപ്പോഴേ അച്ഛൻ ആദ്യം ഞങ്ങൾ നോക്കിയപ്പോഴേ കാണുന്ന ഇതാണ്, അമ്മ സിൽവർ ഗ്രേ കളറിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ആ ഗ്രേ കളറിലെ പക്ഷിയുടെ രൂപത്തിലൊക്കെ പലരും കാണുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതുതന്നെയാണ്. പിന്നെ ഞാൻ എന്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിലും അച്ഛൻ്റെ ധ്യാനം എടുത്തു നോക്കുമ്പോഴും ഓരോ വചനവും ഞങ്ങൾക്ക് വേണ്ടി തന്നെ അച്ഛൻ പറഞ്ഞു തരാറുണ്ട്. അച്ഛൻ വഴി അമ്മയും തിരുക്കുമാരനും കൂടി പറഞ്ഞു തരാറുണ്ട്. ഞങ്ങൾ അതിലൂടെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോണത്. ദിവസവും അനുഗ്രഹ പ്രാർത്ഥന കൂടുമ്പോഴും ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും അതെല്ലാം നടത്തി അമ്മ തരണുണ്ട്. പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് ലോണിൻ്റെ ആണെങ്കിലും അമ്മ ഞങ്ങൾക്ക് അടയ്ക്കാൻ പൈസയില്ലെന്ന് ഞാൻ മുട്ടുമ്പേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എനിക്ക് തീർച്ചയായിട്ടും പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ പൈസ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും മുഖം കാണിച്ചു തരും, നീ ഒന്ന് അവിടെ ചോദിക്കൂ എന്നുള്ളൊരു രീതിയിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു തരും. ചോദിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും
ഞാൻ ചോദിക്കാണ്ടിരുന്നാലും എൻ്റെ മനസ്സിൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നിക്കാറുണ്ട്, ഞാൻ ചോദിച്ചാൽ അവരുടനെ എനിക്ക് തരുകയും ചെയ്യും. പിന്നെ എനിക്ക് ആ പക്ഷിയുടെ രൂപത്തിൽ വന്ന് എന്നെ കാണിച്ചു തന്ന അയൽക്കൂട്ടത്തിലെ ചേച്ചി തന്നെയാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി എന്നെയും മോനെയും കൂട്ടി ഇവിടെ വന്നതും. അതും അമ്മ എന്നെ കാണിച്ചു തന്നതാണ്. അമ്മ വഴിയാണ് എന്നെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നതെന്ന്. എല്ലാം അമ്മ എന്നെയും കുടുംബത്തെ ഏറ്റെടുത്തു എന്നെനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഓരോ കാര്യത്തിലും ഓരോ ചലനത്തിലും എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്നും രാവിലെ പ്രഭാത നക്ഷത്രമാണല്ലോ നമ്മുടെ അമ്മ. അപ്പോൾ രാവിലെയും നല്ല ഇരുട്ട് മാറുന്ന മുമ്പ് ഞാൻ രാവിലെ ഇറങ്ങി വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ വൈകിട്ടും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം രാവിലെ ഞാൻ ഇവൻ്റെ പരീക്ഷ 10ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം പരീക്ഷയുടെ മുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ നിന്ന് പ്രാർത്ഥിക്കുവാണ്. അമ്മേ, ഞാൻ അക്രൈസ്തവയാണ്. അപ്പം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാം നായേഴ്സാണ്. അപ്പം ഞാനിങ്ങനെ ഡെയിലി അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മേ ഇപ്പോൾ പ്രീത കൃപാസനത്തിലാണ് പോണേ, പള്ളിയിലാണ് പോണേന്നൊക്കെ പറഞ്ഞ് എന്നെ കേൾക്കാതെയും പറയാൻ കാണുമ്പോൾ ഒത്തിരി സ്നേഹം കാണിക്കണവരും കേൾക്കാതെ പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ദേശത്ത് അവൻ പറയുന്ന പോലെ ചെയ്യുവാൻ പറഞ്ഞതിൽ എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യണുണ്ട്. നിൻ്റെ ദേശത്ത് നിന്നെ വാഴിക്കുമെന്ന് പറഞ്ഞ ഈശോപ്പൻ അവനെ നല്ല മാർഗോടുകൂടി തന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താത്ത രീതിയിൽ നീ ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ലെന്ന് പറയുന്ന ഈശോപ്പൻ അവനെ കൈപിടിച്ചുയർത്തണം, അമ്മ കൈപിടിച്ചുയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 91% മാർക്കോടുകൂടി നമ്മുടെ ആ വാർഡിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് അവനെ അമ്മ ജയിപ്പിച്ചു. ഒരുപാട് മൊമെൻറ്റോയൊക്കെ അവന് കൊടുത്തു. അതെല്ലാം എൻ്റെ പരിശുദ്ധാമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു പക്ഷി എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ അന്ന് കണ്ട അമ്മയാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന പക്ഷി ഞാൻ കാണാറുണ്ട്. അങ്ങനെ മേളിലോട്ട് നോക്കി എന്നോട് ഇങ്ങനെ ആരോ വിളിച്ചു പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കുക. ഞാൻ കണ്ടു, മേളിൽ മഴവില്ല് കണ്ടു. അന്നേരം എന്നിട്ട് ആ പക്ഷി ആ മഴവില്ലിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി സൂര്യനിലേക്ക് പോണേ ഞാൻ കണ്ടു. അതെൻ്റെ പരിശുദ്ധ അമ്മയായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി അവന് നല്ല മാർക്ക് മേടിച്ച് അമ്മ ജയിപ്പിച്ചോളുമെന്ന്. അങ്ങനെ എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം. കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ അവിടെ കുറച്ച് 1 കിലോമീറ്റർ ദൂരെയാണ് ജീവൻ നിലയം എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ അവിടെ 24 പേരുണ്ട്. അപ്പോൾ അവർക്ക് 2 നേരത്തേക്ക് മാസത്തിൽ 1 പ്രാവശ്യം ഭക്ഷണം കൊടുക്കും. എല്ലാ മാസവും ഇല്ല, നമുക്കൊണ്ട് കഴിയുന്ന പോലെ. പിന്നെ ഡ്രസ്സ് എവിടുന്നെങ്കിലും നല്ല അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സ് വാങ്ങിച്ച് അയൺ ചെയ്ത് അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ റോഡരികിലിരിക്കുന്ന ഒരു അപ്പച്ചന് മിക്കപ്പോഴും ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പത്രം വാങ്ങിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയാൻ വിട്ടുപോയിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ചെറുതും വലുതുമായ ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അമ്മ എനിക്ക് തരാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇനിയും ഈ ആൾത്താരിൽ കയറുന്ന സാക്ഷ്യം പറയാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.